നമസ്കാരം. യുവാവ് പുതുതായി വാങ്ങിയ ടീഷർട്ട് സുഹൃത്ത് ധരിച്ചതിനെ തുടർന്നുണ്ടായ തർക്കം കലാശിച്ചത് അതിദാരുണമായ കൊലപാതകത്തിലായിരുന്നു. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലാണ് ടീഷർട്ടിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിനൊടുവിൽ യുവാവിനെ പട്ടാപകൽ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. ഞായറാഴ്ച വൈകിട്ടായിരുന്നു അങ്ങനൊരു സംഭവം നടക്കുന്നത്. ശുഭം ഹരാനെ എന്ന യുവാവിനെയാണ് സുഹൃത്തായ പ്രകാശ് അസോൾ ആളുകൾ നോക്കി നിൽക്കെ പട്ടാപകൽ റോഡിലിട്ട് കൊലപ്പെടുത്തിയത്. ശുഭം ഹരാനെ പ്രയോഗിന്റെ ജ്യേഷ്ഠനായ അക്ഷയ് അസോളിന്റെ ടീഷർട്ട് ധരിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. ശുഭം ഹരാനെയും ഇയാളുടെ സുഹൃത്തുക്കളായ അസോൾ സഹോദരങ്ങളും തമ്മിൽ ഇതിനെ ചൊല്ലി 2 ദിവസമായി തർക്കം നിലനിന്നിരുന്നതായും പോലീസ് പറയുന്നുണ്ട്. അക്ഷയ് അസോൾ പുതുതായി വാങ്ങിയ ടീഷർട്ട് ശുഭം ഹരാനെ ധരിച്ചതാണ്. തന്റെ ടീഷർട്ട് ശുഭം ധരിച്ചത് അക്ഷയിനെ പ്രകോപിപ്പിച്ചു. ഇത് വാക്കേറ്റത്തിലും തർക്കത്തിലും കലാശിച്ചു. പിന്നാലെ ശുഭം ഹരാനെ ടീഷർട്ടിന്റെ പണം പിടിച്ചോ എന്ന് പറഞ്ഞ് അക്ഷയ്ക്ക് നേരെ നോട്ടുകൾ വലിച്ചെറിഞ്ഞു. ഇതോടെ അക്ഷയ്ക്കും പകയായി. അതേസമയം ഈ സംഭവത്തിന് പിന്നാലെ അക്ഷയ്ക്ക് ശുഭം ഹരാനെക്കെതിരെ പോലീസിൽ പരാതിയും നൽകിയിരുന്നു. ശുഭം ഹരാനെ മർദ്ദിച്ചെന്ന് കാണിച്ചാണ് ഇയാൾ പരാതി നൽകിയത്. എന്നാൽ പോലീസ് പരാതിയിൽ ഇടപെട്ടിട്ടില്ലെന്നാണ് ആരോപണം. ഞായറാഴ്ച വിഷയം സംസാരിച്ചു തീർക്കാമെന്ന് പറഞ്ഞ് അക്ഷയിന്റെ അനുജനായ പ്രയാഗ് അസോളാണ് ശുഭം ഹരാനെ വിളിച്ചു വരുത്തിയത്. തുടർന്ന് ഇരുവരും തമ്മിൽ തർക്കമായി. ഇതിനിടെയാണ് പ്രയാഗ് ശുഭം ഹരാനെയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയതെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്. സംഭവ സമയത്ത് ശുഭം ഹരാനെയും കൂട്ടുകാരും സ്ഥലത്തുണ്ടായിരുന്നുവെങ്കിലും ആരും പ്രതിയെ തടയാൻ ശ്രമിച്ചില്ല. പിന്നാലെ നാട്ടുകാർ തന്നെയാണ് ശുഭം ഹരാനെയെ ആശുപത്രിയിൽ എത്തിച്ചത്. അപ്പോഴേക്കും യുവാവ് മരിച്ചിരുന്നു. സംഭവത്തിന് പിന്നാലെ ശുഭം ഹരാനെയെ കൊലപ്പെടുത്തിയ പ്രയാഗും സഹോദരൻ അക്ഷയും പോലീസിൽ കീഴടങ്ങിയതായാണ് വിവരം. ഇരുവരും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണെന്നും പോലീസ് പറഞ്ഞു. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.